എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17 വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാരിനെ വിളിച്ചു അവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഹാഗാർ മാത്രമല്ല, അബ്രഹാമിൽ നിന്ന് ജനിച്ച ഇസ്മയേലും കൂടെയാണ് പുറത്താക്കപ്പെട്ടത്. അവർ യാത്ര ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴാണ് അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും വെള്ളവും തീർന്നു. വെള്ളത്തിന്റെ ബോട്ടിൽ കാലിയായി. അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും തീർന്നു. മരുഭൂമിയിൽ ഈ ബാലനെ, ഇസ്മയേലിനെ, ഒരു ചെറിയ കാട്ടിൽ, ഒരു കുറുങ്കാട്ടിൽ ഇട്ടിട്ട് അമ്മ ദൂരത്ത് മാറിയിരുന്ന് കരയുന്നു. തിരുവചനം പറയുന്നു, ബാലന്റെ നിലവിളി ദൈവം കേട്ടു. ബാലൻ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞ് ഒരു ബാലനല്ല. നാം അത് പഠിക്കുമ്പോൾ ഈ ബാലന്റെ നിലവിളി കേട്ടു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എന്ത് പ്രായം ഉണ്ടായിരുന്നു നമുക്ക് തിരുവഴുത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇസ്മയേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സുണ്ടായിരുന്നു. ഉൽപ്പത്തി 16:16. ഇസാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇസാക്ക് ജനിക്കുമ്പോൾ ഇസ്മയേലിന് 14 വയസ്സ് പ്രായമായി. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 8 വാക്യം വായിക്കുമ്പോൾ, ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ വിരുന്ന് കഴിച്ച് അതിനോടനുബന്ധിച്ച് ഉടൻ തന്നെയാണ് ഹാഗാറിനെയും ഇസ്മയേലിനെയും പുറത്താക്കുന്നത്. എന്റെ മകനായ ഇസാക്കിനോട് കൂടെ ഇസ്മയേൽ അവകാശിയാകരുത്, ഇതായിരുന്നു സാറായുടെ ആഗ്രഹം. അങ്ങനെയാണ് പുറത്താക്കിയത്. അപ്പോൾ മുലകുടി മാറാൻ ഇസ്ഹാക്കിന് 4-5 വയസ്സോളം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അന്നത്തെ രീതി 5 വയസ്സ് വരെയാണെന്നാണ് സെർച്ച് ചെയ്താൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നത്. ഇനി പോട്ടെ, 5 3 കൂട്ടാം. 3 സാധാരണഗതിയിൽ കൂട്ടിയാൽ ഇസ്മായിലിന് 14 3 17 വയസ്സായിട്ടുണ്ട്. ഈ 17 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു ബാലൻ, അവന് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അവൻ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്റെ പിതാവായ അബ്രഹാമിന്റെ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമായി ജീവിച്ചു വരവെയാണല്ലോ ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെടുന്നത്. പ്രതീക്ഷിക്കാതെയാണല്ലോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ പുറത്താക്കപ്പെടുമെന്ന്. ഈ ബാലന്റെ നിലവിളി ആ ആത്മാർത്ഥത്തിൽ നിന്നുള്ള നിലവിളിയാണ്. എന്റെ പിതാവിന്റെ വീട്ടിൽ എത്രയോ അഭ്യാസികൾ തന്നെ തിന്നു കുടിച്ച് സന്തോഷിക്കുന്നു. ഏത് വിരുന്നുകാരെ സ്വീകരിക്കാൻ വിശാലമായ സൗകര്യങ്ങൾ അബ്രഹാമിന്റെ വീട്ടിലുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഞാൻ ദാഹിച്ചു മരിക്കുന്നു. അതാണ് ബാലന്റെ നിലവിളി ദൈവം കേട്ടു. അവൻ തീരെ കുഞ്ഞ് ബാലനല്ല, കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയ പ്രായമുള്ള ഒരു പൈതൽ. അവന്റെ നിലവിളിയെങ്കിൽ അവന് ദൈവം ഒരു ഉറവ അവിടെ തുറക്കുകയാണ്. അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം വറ്റി. എന്നാൽ വറ്റാത്തൊരു ഉറവ ദൈവം തുറന്നു. പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതെ വന്നേക്കാം. നാം അംഗീകരിക്കേണ്ട ആളുകൾ അവഗണന കാണിച്ചെന്ന് വരാം. സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്ന് വരാം.
എന്നാൽ വറ്റാത്ത ഒരു ഉറവ ദൈവം തുറന്നാൽ അതാർക്ക് അടയ്ക്കുവാൻ കഴിയും? ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില വഴികൾ അടയുന്നത് ദൈവത്തിന് ചില ഉറവകൾ തുറക്കാൻ വേണ്ടിയാണ്. ചില തുരുത്തികൾ വറ്റുന്നത് വറ്റാത്തൊരു ഉറവ ദൈവത്തിന് ഒരുക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.